പേടിച്ചു പോയി ഞാൻ. അയാളെന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ ഈശ്വരൻ കാത്തു. എങ്കിലും അന്ന് രാത്രി നടന്നൊന്നും ആരോടും, എൻ്റെ അപ്പയോട് പോലും പറഞ്ഞില്ല. അയാൾ അവിടെ വിട്ട് പോകുന്നവരെ കോളേജിനും പോയില്ല. ആ ഓർമ്മകളിൽ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നവളെ മുറുകെ തന്നെ നെഞ്ചിലേക്കായി ചേർത്തു പിടിച്ചു ആദി. ചുവന്ന് കലങ്ങിയ അവന്റെ മിഴികളും ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകളും ചുരുട്ടിപ്പിടിച്ച ഇടത് കൈയിലെ മുഷ്ടിയുമെല്ലാം അവനുള്ളിലെ ദേഷ്യവും പകയും എത്രമാത്രം തീവ്രമാണെന്ന് എടുത്തു കാണിച്ചു. അപ്പോഴും ഉള്ളിലെരിയുന്ന കോപം തന്റെ നെഞ്ചോരം ചാഞ്ഞവൾ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ആദി. അപ്പോ മിഴികൾ ഇറുകെ അടച്ചു തുറന്ന് പതിയെ അവന് വിളിച്ചതും നന്നേ നേർത്തുപോയൊരു മൂളലായിരുന്നു അവളുടെ മറുപടി. അവളെ വേദനിപ്പിച്ച ഓരോന്നിനെയും നരകയാതന എന്തെന്നറിയിക്കാനുള്ള ക്രോധം നിറഞ്ഞു പോയവനിൽ മോഹിച്ചതും വേദനിപ്പിച്ചതുമെല്ലാം തന്റെ പ്രാണനായവളെ ആയിരുന്നു. വെറുതെ വിടില്ല ആരെയും ഒന്നിനെയും. ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവളെ ഇറുകെ പുണർന്നു ആദി. കരയില്ലേ അപ്പു, ഞാനില്ലേ, ആരും എന്റെ കിളിക്കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുണ്ടി ചേർത്ത് അമർത്തി വെച്ചവൻ ഏറെ നേരം. അവൾക്ക് സങ്കടവും വിഷമവും അകലാനുള്ള മരുന്നായിരുന്നു ആ ചുംബനമെങ്കിൽ അവനിൽ സ്വയം നിയന്ത്രിച്ചു നിർത്താനുള്ള ഏക മാർഗമായിരുന്നു. ഒരിക്കലും അവന്റെ കിളിക്കുഞ്ഞിന് മുന്നിൽ ആദിത്യവർമ്മയായി നിൽക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രമായിരുന്നു. അന്ന് എന്താ ഉണ്ടായേ? എന്റെ അടുത്ത് എവിടേക്കാ എന്റെ അപ്പൂനെ കൊണ്ടുപോയത്? എന്തോർത്ത പോലെ ആദി വീണ്ടും ചോദിച്ചു. അയാളുടെ ആളുകളായിരുന്നു. ആദ്യേട്ടനെ അവരെയൊക്കെ തല്ലാൻ പോയപ്പോ പുറകിലൂടെ വന്നൊരു വാനിലേക്ക് പിടിച്ചുകൊണ്ട് പോയതാ. ഒന്ന് ഏങ്ങിക്കൊണ്ട് മുഖമുയർത്തി നോക്കിയവൾ. എനിക്കറിയില്ലായിരുന്നു അന്നും അയാൾ എന്റെ പുറകെയുണ്ടെന്ന്. കോളേജിൽ അന്നത്തെ രാത്രിക്ക് ശേഷം പിന്നെ കണ്ടിട്ടില്ല ഞാൻ. അതോടെ അയാളെല്ലാം മറന്നാണെന്ന് കരുതി. ഇനി ഒരിക്കലും എനിക്ക് പുറകെ വരില്ലെന്ന് കരുതി. പക്ഷേ വീണ്ടും അന്ന് അയാളുടെ ആളുകൾ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടു. തിരികെ എത്തിയതും ഫോണിലൊരു കോള്. അതും മുത്തശ്ശിയുടെ ഫോണിലാ വിളിച്ച്. അയാൾ നേരിട്ട് തന്നെ ആദ്യേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞു. കഴുത്തിലെ താലി പൊട്ടിക്കാൻ പറഞ്ഞു. കൂടുതലൊന്നും കേൾക്കാനാവാതെ അവളെ അടക്കി പിടിച്ചു ആദി. പേടിച്ചു പോയി ഞാൻ. ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടും ഉള്ളിൽ ഒതുക്കി വെച്ചു. എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി. ഇനി ഒരിക്കലും മുന്നിൽ വരരുതെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കാരണം എന്തെങ്കിലും അതുമാത്രം സഹിക്കാനാവില്ല. പക്ഷെ താലി പൊട്ടിക്കാൻ പറഞ്ഞ അനുസരിച്ചില്ല. ഞാൻ മരിച്ചു കളയെന്ന് പറഞ്ഞു. ഒരിക്കലും പൊട്ടിക്കില്ലെന്ന് പറഞ്ഞു. ഇതെങ്കിലും എനിക്ക് വേണമായിരുന്നു. പിന്നെ അയാളും ഒന്നും പറയാതെ എതിർക്കാതെയും ഫോൺ വെച്ചു. ആ അവസ്ഥയിലും ആദിയുടെ ഉള്ളമൊന്ന് തുടിച്ചു പോയി. തന്റെ കിളിക്കുഞ്ഞിന്റെ വാശി ആദ്യമായി അവൻ കണ്ടു. അതും താൻ കെട്ടിക്കൊടുത്ത താലിക്ക് വേണ്ടി മാത്രം. ആദ്യേട്ടനോട് വെച്ച് കാണുമെന്ന് വിചാരിച്ചില്ല ഞാൻ. അകലാൻ ശ്രമിച്ച് തോറ്റുപോയി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വേറെ ആരോടും ഇതുവരെ തോന്നാത്ത ഇഷ്ടം. പക്ഷെ അയാളൊന്നും ഇല്ല അപ്പു. എൻ്റെ അപ്പു എന്നെ കുറിച്ച് മാത്രം ഓർത്താൽ മതി കേട്ടോ. എതിർത്തില്ല അവൾ. അവൾക്കും അതുമാത്രം മതിയായിരുന്നു. അവന്റെ കിളിക്കുഞ്ഞായാൽ മാത്രം മതിയായിരുന്നു. എന്നെ കിളിക്കുഞ്ഞ് ഉറങ്ങിക്കോ. പതിയെ മൂളിക്കൊണ്ട് അവൾ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് കണ്ണടച്ചതും ഒരു കുഞ്ഞിനെ ഉറക്കുന്ന പോലെ ആദി പതിയെ തട്ടിക്കൊടുത്തു. ഉള്ളിലെ ഭയവും സങ്കടവും എല്ലാം അവന് മുന്നിൽ ഇറക്കി വെച്ചതിന്റെ ആശ്വാസത്തിലും സമാധാനത്തിലും മീരയും പതിയെ സുഖമുള്ളൊരു മയക്കത്തിലേക്ക് ആഴ്ന്നു. അത്ര നേരം പ്രണയവും വാത്സല്യവും നിറഞ്ഞിരുന്ന അവന്റെ മുഖം വന്യമായി ഒന്ന് തിളങ്ങി. ദത്തൻ, അദ്രികാദം ജോൺ. രണ്ടുപേരുകളും മനസ്സിലൊരിക്കൽ കൂടി കുറിച്ചു വെച്ചുകൊണ്ട് കൈക്കുള്ളിൽ മയങ്ങുന്നവളെ നോക്കി ആദി. നിന്നെ ആരും നോക്കുന്ന പോലെ എനിക്ക് സഹിക്കില്ല അപ്പോ. അങ്ങനെയുള്ളപ്പോ മറ്റൊരർത്ഥത്തിൽ നിന്നെ കൈവച്ചാലോ? അവർക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും ഇല്ല അപ്പോ. ഭയത്തോടെ പോലും എന്റെ കിളിക്കുഞ്ഞിന്റെ മനസ്സിൽ ഇനി ആ രണ്ട് പേരുകളും ഉണ്ടാവാൻ പാടില്ല. പതിയെ പറഞ്ഞുകൊണ്ട് അല്പം വിടർന്നു നിൽക്കുന്ന ചുണ്ടുകളിൽ അമൃത്തി ചുംബിച്ചു ആദി. അപ്പോഴേക്കും ആദിയുടെ ഫോണിലേക്ക് മീരയെ കുറിച്ച് അടങ്ങിയിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ ഒരു PDF അവനെ ഏൽപ്പിച്ചിരുന്ന ഗാർഡ്സ് അയച്ചു കൊടുത്തിരുന്നു. അവളിൽ നിന്നും പതിയാകുന്ന മാറി ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയതും ആദിയുടെ മിഴികൾ സംശയത്തോടൊന്ന് കുറുകി. ആദ്യം സ്ക്രീനിൽ തെളിഞ്ഞ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയിലേക്ക് അവന്റെ മിഴികൾ ഒരിക്കൽ കൂടി പാഞ്ഞു. നെയിം മീര വാസുദേവ് അയ്യർ. ഡേറ്റ് ഓഫ് ബർത്ത് 29/1/2004. നാഷണാലിറ്റി ഇന്ത്യൻ. നെയിം ഓഫ് ഫാദർ ആൻഡ് മദർ വാസുദേവ് അയ്യർ ആൻഡ് ശ്രീദേവി. കാലത്ത് മീര കണ്ണു തുറക്കുമ്പോഴേക്കും ആദ്യം എഴുന്നേറ്റ് പോയിരുന്നു. കുഞ്ഞൊരു സങ്കടം തോന്നിപ്പോയെങ്കിലും അവൾക്കുള്ള കാറും കോളും ഒഴിഞ്ഞ വാനം പോലെ ആയി തീർന്നിരുന്നു. ഉള്ളിലെ സങ്കടവും ഭയവുമെല്ലാം ആ ഒരാളിൽ ഇറക്കി വെച്ചപ്പോൾ ലഭിച്ച ആശ്വാസത്തിന്റെ തെളിച്ചം കൂടി അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചവന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞതും ഒന്നവനെ കാണാൻ തോന്നിപ്പോയി മീരയ്ക്ക്. ആരിൽ നിന്നും ലഭിക്കാത്ത കരുതലും സ്നേഹവുമാണ് അവനിൽ നിന്ന് അനുഭവിച്ചറിയുന്നത്. ഒരുപക്ഷെ അപ്പ പോലും തന്നെ ഈ വിധം ചേർത്ത് പിടിച്ച് കാണില്ല, സ്നേഹിച്ച് കാണില്ല. അല്ല, അപ്പയുടെ ജീവനായിരുന്നു താൻ. ഉടൻ തന്നെ മനസ്സിനെ പറഞ്ഞു തിരുത്തിയവൾ
അപ്പയുടെ ജോലിയും തിരക്കും കാരണമാണ് തനിക്കൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നത്. അതുപോലെ അമ്മയെ നഷ്ടമായതിന്റെ വിഷമത്തിൽ ആ ഓർമ്മകളിലായിരുന്നു അപ്പ ജീവിച്ചതും. ചന്ദ്രശേഖരനെയും ഗൗരിയെയും കുറിച്ച് ഓർമ്മ വന്നതും മീരയുടെ കണ്ണു നിറഞ്ഞു. തനിക്ക് മുന്നിൽ വെച്ചാണ് രണ്ടുപേരെയും നഷ്ടമായതെന്ന സത്യം അവളെ വീണ്ടും വേദനിപ്പിച്ചു. കുഞ്ഞുമണിയെ, എഴുന്നേറ്റില്ലേ? വാതിൽ തട്ടിക്കൊണ്ടുള്ള അജുവിന്റെ വിളി വന്നതും ഒരു ഞെട്ടലോട് അവിടേക്ക് നോക്കിപ്പോയിരുന്നു മീര. അടുത്ത നിമിഷം ചുണ്ടുകളൊന്ന് വിടർന്നു പോയി. ഏട്ടൻ? മനസ്സിനൊപ്പം മധുരങ്ങൾ കൂടി ആ നാമം ഉരുവിട്ടതും അത്രമേൽ സന്തോഷം നിറഞ്ഞുപോയവൾ. ഇന്ന് തനിക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട്. സ്നേഹിക്കാനും കൊഞ്ചിക്കാനുമൊക്കെയായി ഒരു കൂടപ്പിറപ്പും അമ്മമാരും, അങ്ങനെ എല്ലാവരും. അതിനു മുകളിലായി ഒരു രൂപമുണ്ടുള്ളിൽ, ഒരു മായാജാലക്കാരൻ. തന്റെ സങ്കടങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് തന്നെ ചേർത്ത് പിടിക്കുന്നവൻ. അപ്പൂന്നും കിളിക്കുഞ്ഞെന്ന് വിളിച്ച് പുന്നാരിക്കുന്നവൻ. കുഞ്ഞുമണി, ദാ വരുവാ. അജു വീണ്ടും വിളിച്ചതും അവന് കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് ഓടിയവൾ. കുളി കഴിഞ്ഞു വന്നതും വല്ലാത്തൊരു ധൃതിയായിരുന്നു പെണ്ണിന്. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും 6 മണി കഴിഞ്ഞ് എഴുന്നേറ്റ് ഓർമ്മ പോലും ഉണ്ടായിട്ടില്ല. പതിവുകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. വേഗത്തിൽ തന്നെ ഒരു സ്കൈ ബ്ലൂ സ്കേർട്ടും ബ്ലാക്ക് ടോപ്പും എടുത്തിട്ട് മുടിയൊന്ന് കുളിപ്പിന്നൽ കെട്ടി. നെറ്റിയിൽ കുഞ്ഞൊരു പൊട്ടുകുത്തിയതും പെണ്ണിന്റെ ഒരുക്കം തീർന്നിരുന്നു.